ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രതാ, ഞാൻ കാട്ടിലേക്ക് പോയിട്ടാ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഇപ്പോൾ ആ സുരേഷും വിഹാനും ഇല്ല. അവരുടെ കാലുകൾ നമ്മൾ മുറിച്ചതല്ലേ. പിന്നെ എങ്ങനെയാ അവർ രക്ഷപ്പെട്ടത്? അവരെങ്ങാനും തിരികെ വന്നാൽ പിന്നെ എല്ലാം തീരും. നീ ഇനി ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോകാം. മെഹക്കിന്റെ വാക്കുകൾ കേട്ട് പ്രത ഒരു നിമിഷമൊന്നും ഞെട്ടി. പക്ഷേ ധൈര്യത്തോടെ അവൾ തുടർന്നു. ചേച്ചി, ഞാൻ മത്സ്യറാണിയാണ്. ഗാഥ ചേച്ചിയുടെ കൊലയ്ക്ക് ഞാൻ പകരം ചോദിച്ചേ അടങ്ങൂ. രക്ഷപ്പെട്ടവർ രക്ഷപ്പെടട്ടെ. കാലില്ലാതെ ഏതുവരെ ഇഴയുമെന്ന് നമുക്ക് നോക്കാം. ഇനി എങ്ങാനും നമ്മുടെ മുന്നിൽ അവരെത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് അപ്പോൾ നോക്കാം. ഇനി എന്തിന്റെ പേരിലാണെങ്കിലും പ്രതികാരം ഉപേക്ഷിക്കാൻ ഞാനില്ല. എല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. ചേച്ചി, ഇന്നത്തെ ദിവസം ഏതെന്ന് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഗാഥ ചേച്ചി ഏറെ ആഗ്രഹിച്ചിരുന്ന ആ ദിവസമാണിന്ന്. പക്ഷെ ഗാഥ ചേച്ചിക്ക് അതിന് കഴിഞ്ഞില്ല. പക്ഷെ ഞാനുണ്ടല്ലോ എല്ലാത്തിനും. എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ ആ ചടങ്ങിന് നടത്തും. പ്രത പറയുന്നതൊന്നും മനസ്സിലാകാതെ മെഹക്ക് അവളോട് കാര്യം തിരക്കി. ചേച്ചി, ഇന്നാണ് മത്സ്യവംശത്തിന് 1000 വർഷങ്ങൾ തികയുന്നത്. മത്സ്യങ്ങളുടെ വംശമുണ്ടായിട്ട് ഇന്ന് 1000 വർഷമായിരിക്കുന്നു. പരമ്പരാഗതമായ ഇന്ദ്രദേവന്റെ മത്സ്യലോക പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം ഇന്ന് മത്സ്യലോകത്തിന് ഒരു അമൂല്യമായ നിധി ലഭിക്കും. അത് ഇന്ദ്രനീലം എന്ന നിധിയാണ്. കണ്ണുകളെ പോലും ചിന്തിപ്പിക്കുന്ന പ്രകാശമേറിയ ഒരു കല്ലാണ് ഇന്ദ്രനീലം. മരിച്ചവരെ പോലും തിരികെ കൊണ്ടുവരാൻ കഴിയുന്നത്ര ശക്തിയുള്ള കല്ലാണ് ഇന്ദ്രനീലം. ഇന്ന് സൂര്യാസ്തമയത്തിൽ ഇന്ദ്രനീലം നമ്മുടെ കരയിലെ കൊട്ടാരത്തിലെ മത്സ്യദേവന്റെ വിഗ്രഹത്തിന്റെ നെറ്റിമേൽ ഉടലെടുക്കും. പിന്നീട് ആ കല്ല് സംരക്ഷിക്കേണ്ടത് മത്സ്യറാണിയായ ഞാനാണ്. ആ കല്ലിന്റെ ശക്തിയാൽ ഗാഥ ചേച്ചിയെയും അർജുനെയും ഞാൻ തിരികെ കൊണ്ടുവരും. പക്ഷേ ഇരുവരുടെയും ശരീരം എവിടെയാണെന്ന് നമുക്ക് ഇതുവരെയും അറിയാത്തതിനാൽ അവരെ പുതിയ രൂപങ്ങളായി പുനർജനിപ്പിക്കാനേ നമുക്ക് കഴിയൂ. സൂര്യൻ അസ്തമിക്കാറായി. പ്രതയും കൂട്ടി മെഹക്ക് കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരത്തിൽ അവരെ കാത്തുനിന്നത് വലിയൊരു അപകടമായിരുന്നു. കൊട്ടാരത്തിലെത്തിയ പ്രത കണ്ടത് നിറയെ നാഗങ്ങളെയായിരുന്നു. നിഡോഗ വംശത്തിലെ ദുഷ്ടനാഗങ്ങളും ഇന്ദ്രനീലം കവർന്നെടുക്കാനായി എത്തിയതാണ്. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇന്ദ്രനീലം മത്സ്യവിഗ്രഹത്തിന്റെ നെറ്റിയിൽ ദൃശ്യമായി. അതെടുക്കുവാനായി ദുഷ്ടരായ ഇച്ഛാധാരി നാഗങ്ങളും പ്രതയും തമ്മിൽ യുദ്ധമായി. ദുഷ്ടനാഗറാണി പ്രതയെ അവളുടെ വാലിൽ ചുറ്റിപ്പിടിച്ചു. പ്രത തന്റെ വാലിന്റെ മൂർച്ചയാൽ അവളെ അടിച്ചു വീഴ്ത്തി. ശേഷം ഓടിപ്പോയി ആ ഇന്ദ്രനീലം എടുത്തുകൊണ്ട് നേരെ കടൽ തീരത്തേക്ക് വന്നു. വെള്ളത്തിലേക്ക് ചാടി. മത്സ്യമഹാമാളികയിലെ പുതിയ അറയിൽ ഇന്ദ്രനീലം ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ശേഷം പ്രതയും മെഹക്കും മത്സ്യമായി മാറി നീന്തിപ്പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകവേ സത്യങ്ങൾ ഓരോന്നായി മറനീങ്ങി പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇന്ന് പ്രതയുടെയും ഋഷിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം റൂമിൽ ഋഷി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അപ്രതീക്ഷിതമായി പ്രത കേൾക്കാനിടയായി. ആ ഫോൺ സംസാരം ഇങ്ങനെയായിരുന്നു. ഹലോ വിഘ്നേഷ്, നീ ഒന്നുകൂടി നിന്റെ കമ്പ്യൂട്ടറിൽ ഒന്ന് ചെക്ക് ചെയ്യൂ. ഞാൻ നിനക്ക് ആ ഫയൽ മെയിൽ ചെയ്തിരുന്നു. കൃത്യമായി അതിപ്പോ എന്നാ വരിക? വിഘ്നേഷ്, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ശംഖുമുഖത്ത് വെച്ച് ഞാനൊരു ബോഡി കണ്ടത്? അന്ന് ആ ബോഡിയിലെ കത്തി ഞാൻ പെട്ടെന്ന് വലിച്ചൂരിയതും പോലീസ് വന്നപ്പോൾ ഞാനാണ് ആ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും പറഞ്ഞ് എന്നോട് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാനന്ന് നിന്നെ വിളിച്ചത്? അപ്പോഴല്ലേ നീ എന്ന് അവിടെ വന്നതും പിന്നീട് അന്നേരം ആ പെൺകുട്ടി മരിച്ചിട്ടില്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്നും റിപ്പോർട്ട് വന്നതും ഞാനും നീയും പോലീസുകാരും ഒക്കെ അങ്ങോട്ട് പോയി. ശേഷം അവൾ തന്നെ പറഞ്ഞല്ലോ ഞാനല്ല അവളെ കുത്തിയതെന്ന്. അപ്പോഴല്ലേ അവിടെ വെച്ചല്ലേ പെൻഡ്രൈവിലെ ആ ഫയലൊക്കെ ഞാൻ നിന്റെ ലാപ്ടോപ്പിലേക്ക് കുത്തി കോപ്പി ചെയ്തത്? ഒന്ന് ഓർത്തു നോക്ക്. നിന്റെ കമ്പ്യൂട്ടറിൽ ഒന്നുകൂടി നോക്കിയിട്ട് എന്നെ വിളിക്ക്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇനിയും ആ ഫയലിന്റെ കാര്യം ക്ലോസ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. ഇത്രയും പറഞ്ഞ് ഋഷി ഫോൺ കട്ട് ചെയ്തു. ഋഷിയുടെ വാക്കുകൾ കേട്ടുനിന്ന പ്രത ആകെ ഞെട്ടിത്തെറിച്ചു. പ്രതയുടെ മനസ്സിൽ 100 ചോദ്യങ്ങളായിരുന്നു. ഇതെല്ലാം കേട്ട പ്രതയ്ക്ക് പെട്ടെന്ന് തല കറങ്ങും പോലെ തോന്നി. ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ പ്രത നേരെ മെഹക്കിന്റെ റൂമിലേക്ക് നടന്നു. മെഹക്കിനോട് കാര്യം പറഞ്ഞപ്പോൾ അതേ ഞെട്ടൽ മെഹക്കിനും പടർന്നു പിടിച്ചിരുന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഇരുവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. സന്തോഷത്താൽ പ്രത തുടർന്നു. ചേച്ചി, നമ്മുടെ ഗാഥ ചേച്ചി ജീവിച്ചിരിപ്പുണ്ട്. അതീവ സന്തോഷത്താൽ മെഹക്കും തിരികെ മറുപടി നൽകി. അതേ പ്രത, നമ്മുടെ ചേച്ചി മരിച്ചിട്ടില്ല. ഇന്നും ജീവനോടെ ഉണ്ടെങ്കിൽ അതെവിടെയായിരിക്കും? തീർച്ചയായും ഋഷിക്ക് അറിയാമായിരിക്കുമല്ലേ?
അതെ ചേച്ചി, ഋഷി നിരപരാധിയാണ്. നമ്മൾ കരുതി വെച്ചതിലൊക്കെ എന്തൊക്കെയോ പിഴവ് സംഭവിച്ചതാ. ഋഷിയാണ് നമ്മുടെ ചേച്ചിയെ രക്ഷിച്ചതെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ ഋഷിയോട് സത്യം ചോദിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മെഹക് ഋഷിയുടെ റൂമിലേക്ക് വന്നു. തന്റെ സന്തോഷം അടക്കി വെച്ച് മെഹക് ഋഷിയോടായി ചോദിക്കാൻ തുടങ്ങി. ഋഷി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ദീപിക? അത് നിനക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ വിവാഹ ദിവസത്തിൽ സീമ ആന്റി പറഞ്ഞത് എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെന്നും മരിച്ചു പോയെന്നും. പുരിക ഒന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഋഷി നന്നേ ഒന്ന് ചിന്തിച്ചു. ശേഷം അവൻ തുടർന്നു. ഞാൻ ഓർക്കുന്നു. ഋഷി, എന്റെ ചേച്ചി മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ശംഖുമുഖത്ത് വെച്ച് വയറിൽ കത്തി കുത്തി കയറിയ അവസ്ഥയിലാ ഗാഥ ചേച്ചിയെ ഞാൻ അവസാനമായി കണ്ടത്. മരിച്ചെന്ന് കരുതി വിഷമിച്ചു നിന്നപ്പോഴാ ആംബുലൻസിൽ അവിടെ നിന്ന് കൊണ്ടുപോയതൊക്കെ. പിന്നീട് ആ വിഷമത്തില് ഒന്നും തിരക്കിയതുമില്ല. ഇതെല്ലാം പ്രതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതയാണ് ഇപ്പൊ നീ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ എന്നോട് സൂചിപ്പിച്ചത്. പറ ഋഷി, എന്റെ ചേച്ചി ഇപ്പോൾ എവിടെയുണ്ട്? ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടലായിരുന്നു ഋഷിയും. ദീപിക, ഓ മൈ ഗോഡ്, അത് നിന്റെ ചേച്ചിയായിരുന്നോ? അതെ, എന്റെ ചേച്ചിയാ. എനിക്കിപ്പോൾ തന്നെ ചേച്ചിയെ കാണണം, പ്ലീസ് ഋഷി. പെട്ടെന്ന് ഋഷിയുടെ മുഖം മങ്ങി. ദീപിക, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇന്നിപ്പോ ദേ രാത്രി 11 മണി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നമുക്ക് പോകാം. നീ എന്നെ വിശ്വസിക്കേ? ശരി ഋഷി, നാളെ രാവിലെ പോകണം. ശരി ദീപിക, പോകാം. ശേഷം സന്തോഷത്തോടെ മെഹക് നേരെ അവളുടെ റൂമിലേക്ക് നടന്നു. പ്രതയും ആകെ സന്തോഷത്തിലാണ്. പക്ഷേ ഋഷിയുടെ മുഖം ഇപ്പോഴും ദുഃഖത്തിലാണ്.